ആദ്യം തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ സപ്പോർട്ട് വന്ന എല്ലാ കിടുക്കാച്ചി ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചി നമസ്കരിക്കട്ടെ. നല്ല കിടുക്കം ലെമൺ റൈസും അച്ചാറും ഒക്കെ വെച്ച സംഭവം കേട്ടോ. ആദ്യം തന്നെ റൈസ് ഒന്ന് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിനോടൊപ്പം നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. റൈസ് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അല്ല, കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ ഒന്ന് സോഫ്റ്റ് ആകാൻ വെക്കുക. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് സോഫ്റ്റ് ആകാൻ വെക്കുക. ശേഷം ഒരു പാത്രം എടുക്കുക, തീ പിടിപ്പിക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് വാരി അങ്ങ് വിതറുക. ഉപ്പ് വാരി വിതറിയ ശേഷം ഇച്ചിരി എണ്ണയും ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ച ശേഷം ഒരു 3-4 ലൈം റിങ്ങുകൾ ഇട്ട് കൊടുക്കുക. ഇട്ട ശേഷം വെള്ളം തിളച്ച ശേഷം നമ്മൾ ആ റൈസ് എടുത്തൊരു മറി ഇങ്ങനെ സ്റ്റൈലായിട്ടൊരു മറി മറിപ്പിക്കുക. എന്നിട്ട് തിളച്ച് റൈസ് വേവുന്നവരെ, അതായത് റൈസ് വേവുക എന്ന് പറഞ്ഞാൽ ലെമൺ റൈസിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഓവർ ബോയിൽ ആവുകയും ചെയ്യൽ കറക്റ്റായിട്ട് ഒടിയുന്ന ലെവലിൽ വരുമ്പോഴേക്ക് ഇതുപോലെ ഒരു അരിപ്പയിലെടുത്ത് ഊറ്റിയെടുക്കുക. എന്നിട്ട് വെള്ളം മൊത്തം കളഞ്ഞ ശേഷം അടുത്ത ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ചൂടായ ശേഷം അതിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് പൊട്ടിക്കുക. കടുക് അങ്ങ് പൊട്ടി ഒരു ലെവലായി വരുമ്പോഴേക്ക് ആവശ്യത്തിന് ഉഴുന്നിട്ട് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ കുറച്ചിട്ടാൽ മതിയേ, ആവശ്യത്തിന് ഉഴുന്നിട്ടില്ലേ. പിന്നെ കടലപ്പരിപ്പ് ചെനാദാൽ എന്ന് പറഞ്ഞ സാധനം അത് ഇട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് പീനട്ട് ഇട്ട് കൊടുക്കുക. റോസ്റ്റഡ് പീനട്ടോ സാധാ പീനട്ടോ ഇട്ട് കൊടുത്ത് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇവനൊന്ന് ലെവലായി വരുമ്പോഴേക്ക് വത്തലമുളക് 2-3 കീറിയ വത്തലമുളകും കൂടി എടുത്തൊരു മറിച്ച് അവനെ ഇട്ട് ഇതുപോലെ അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഇതൊന്ന് ലെവലായി രൂപത്തിലും ഭാവത്തിലും വരുമ്പോൾ കറിവേപ്പില വാരി വിതറുക. കറിവേപ്പില എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ എൻ്റെ ചങ്ങാതി വരെ. എന്നിട്ട് ഇതിലേക്ക് മസാലയായിട്ട് മഞ്ഞപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് വാരി വിതറിക്കും. മഞ്ഞപ്പൊടി ഇട്ട ശേഷം അവനെ ഒന്ന് ലൈറ്റായിട്ട് കുക്ക് ചെയ്യുക. കാരണം ആ മഞ്ഞപ്പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ലൈറ്റായിട്ട് കുക്ക് ചെയ്യുക. ആ സമയത്ത് കായപ്പൊടിയും കൂടെ വാരി വിതറി ഒന്ന് ലൈറ്റായിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ചെയ്ത് കഴിഞ്ഞ് ഇവെല്ലാം കൂടെ കരിഞ്ഞൊരു പരുവായി പോകും. അപ്പോൾ ഇതുപോലെ സ്ലോ ഫയറിൽ ഇട്ട ശേഷം റൈസും കൂടെ ഇട്ട ശേഷം ഇവനങ്ങ് മൊത്തത്തിൽ ഇതുപോലെ ഇട്ടങ്ങ് മറിക്കുക. എൻ്റെ ചങ്ങാതി ഇങ്ങ് മറിക്കുമ്പോഴേക്ക് റൈസിലേക്ക് ആ മഞ്ഞപ്പൊടിയുടെ കളറും ആ പീനട്ടും ആ സാധനങ്ങളെല്ലാം കൂടെ അങ്ങ് മിക്സാവും. ഇതുപോലെ നല്ല സ്റ്റൈലും കളറായിട്ട് കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതി. സംഭവം വേറെ ലെവൽ തന്നെ കേട്ടോ. ഈ വക സാധനമൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കഴിക്കും. വയറിനൊക്കെ എന്നാ സുഖമാണെന്നറിയോ. ഇതൊക്കെ പലർക്കും കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ അറിയാൻ പറ്റില്ല. ഇതുപോലെ ഉണ്ടാക്കി വെച്ച ശേഷം ആവശ്യത്തിന് ഉപ്പ് വാരി സ്നേഹത്തോടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലെമൺ ജ്യൂസ് അതും കൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ. ചിലർക്ക് പുളി കൂടുതൽ വേണം, ചിലർക്ക് പുളി കുറവ് മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇവനെങ്ങനെ സോഫ്റ്റായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോഴേക്ക് നല്ല സ്മെല്ലാണ് വരുന്നത് എൻ്റെ ചങ്ങാതി. സമം വേറെ ലെവലോട്ടോ. എവിടെയെങ്കിലൊക്കെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഈ സാധനമൊക്കെ എടുത്ത് നല്ല ടിഫിൻ ബോക്സിനകത്തൊക്കെ വെച്ച് ഇതുപോലെ ഒരു കൊണ്ടാട്ട ചില്ലിയും ഒരു ഇച്ചിരി നാരങ്ങ പിക്കിളും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ചങ്ങാതി ഒരു പിടുത്തങ്ങ് പിടിക്കണം. സംഭവത്തെ കിളി പോവും, വേറെ ലെവലാട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് അങ്ങ് തള്ളിവിടാം എൻ്റെ ചങ്ങാതി. ഇതുപോലെയുള്ള കിടുക്കാച്ചി ചാനലുകളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ വരണം കേട്ടോ. ഇനി വെറൈറ്റി ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കുക. എന്നിട്ട് അഭിപ്രായം ഒന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക എൻ്റെ ചങ്ങാതി. സംഭവം വേറെ ലെവലാട്ടോ. ഞാൻ ഈ പറയുന്ന തള്ളൊന്നുമല്ല. നിങ്ങൾ വേണേൽ ഉണ്ടാക്കിയ ശേഷം അഭിപ്രായം കമൻ്റായിട്ട് അങ്ങ് രേഖപ്പെടുത്തി. ഒന്നും നോക്കട്ടെ, കണ്ണടച്ചും പിടിച്ചു.